അങ്ങനെ തുടർച്ചയായി രണ്ടാം തവണയും നെയ്മറുടെ റിട്ടയർമെന്റ് ആഘോഷിച്ചുകൊണ്ട് നമ്മളുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എന്താണ് എല്ലാവർക്കും ഇത്ര തിടുക്കം പുള്ളീനെ അങ്ങ് വിരമിപ്പിക്കാനായിട്ട്. നമുക്കറിയാം ഡിസംബർ വരെ സാന്റോസിൽ ആൾക്ക് കരാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതിനുശേഷം പോരെ നമുക്ക് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു താങ്ക് യു പോസ്റ്റ് എന്നൊക്കെയുള്ള സംഗതി. പുള്ളി പ്രസ് കോൺഫറൻസിൽ ചില ഹിന്റുകൾ തരുന്നു എന്ന് വെച്ചിട്ട് പുള്ളിക്ക് പെട്ടെന്ന് റിട്ടയർമെന്റ് പോസ്റ്റ് ഒക്കെ അങ്ങ് കൊടുക്കുകയാണ്. എന്തെങ്കിലും ആട്ടെ, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എല്ലാവർക്കും. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഈ ക്രിക്കറ്റിലൊക്കെയാണ് കാണാറുള്ളത്. അതായത് ഞാൻ 2020 വിരമിച്ചു, പക്ഷെ ഞാൻ വൺ ഡേ ക്രിക്കറ്റ് കളിക്കും. ഞാൻ വൺ ഡേ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു, ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കും. ഞാൻ ടെസ്റ്റിൽ നിന്ന് വിരമിച്ചു, ഞാൻ 20യും വൺ ഡേയും കളിക്കും. പിന്നെ ചില വിരമിച്ചു പോയ ആളുകളുണ്ട്, അവര് കുറച്ച് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ വിരമിക്കേണ്ട സമയമായില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, സോ ഞാൻ വിരമിക്കുന്നില്ല കേട്ടോ, ഞാൻ വിരമിക്കൽ പിൻവലിച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞ ചില ആളുകൾ തിരിച്ചു കയറി വരും. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ ഫുട്ബോളിൽ സാധാരണ നമ്മൾ അങ്ങനെ കാണാറില്ല. ഫുട്ബോൾ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആണ്, കരിയറിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നെയ്മർ ജൂനിയർ ഇപ്പോ എന്തായാലും സാന്റോസിൽ കളിക്കുന്നുണ്ട്. അപ്പൊ നെയ്മർ റിട്ടയർ ആയി എന്ന് പറഞ്ഞിട്ട് ആരും വന്ന് കരയൊന്നും വേണ്ട. കാരണം ആള് സാന്റോസിൽ കളിക്കുന്നുണ്ട്. ആളുടെ കളികൾ കാണാൻ ആഗ്രഹമുള്ളവർ സാന്റോസിന്റെ മത്സരങ്ങൾ കണ്ടാൽ മതി, ആളുടെ കളി കാണാം. ഏകദേശം ഡിസംബർ വരെ എന്തായാലും കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പം സീരിയയിൽ നിന്നൊക്കെ, അതായത് ഇറ്റാലിയൻ സീരിയയിൽ നിന്നൊക്കെ ആൾക്ക് ഓഫറുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, റൂമേഴ്സ് ഉണ്ട്. സോ ഇറ്റാലിയൻ സീരിയയിലേക്കൊക്കെ മാറുകയാണെങ്കിൽ, സോ വേറെ ഓഫറുകളൊന്നും വന്നില്ല, പുള്ളി ആരും സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിസംബറോട് കൂടി നെയ്മർ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല പുള്ളിക്ക് വേറെ ഓഫറുകൾ വരികയാണെങ്കിൽ നെയ്മർ ഫുട്ബോളിൽ തുടരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ബ്രസീലിന്റെ നാഷണൽ ജേഴ്സിയിലേക്ക് പുള്ളി എത്തുമോ എന്നുള്ളതാണ് ഒരു സംശയം. കാരണം കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന മാനേജർ ഇനി അവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പുതിയൊരു ബ്രസീലിന്റെ പുതിയൊരു എന്താ പറയാ ഒരു പരിപാടി പിടിക്കുക എന്നുള്ളതാണ് ആഞ്ചലോട്ടി അവിടെ പ്ലാൻ ചെയ്യുന്നത്. അത് നെയ്മർക്കും വ്യക്തമായ ധാരണയുണ്ട്, നെയ്മർക്ക് വ്യക്തമായിട്ട് അത് അറിയാം. അപ്പൊ കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിട്ട് നെയ്മറെ വെച്ച് എന്തായാലും ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല ഇനി എന്നുള്ള കാര്യം ഫുട്ബോളിനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു രീതിയിലും ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു ശരീരമാണ് നെയ്മറുടേത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറിനെ വെച്ചിട്ട് കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒരു മാനേജർ ഇനി അങ്ങോട്ട് ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ നെയ്മറെ പോലെ ഒരു താരത്തിനെ ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് അത് നെയ്മർക്കും 100% അറിയാവുന്ന കാര്യമാണ്. സോ അതായിരിക്കാം നെയ്മർ ഇങ്ങനെയുള്ള ഹിന്റുകൾ തരുന്നത്, ഞാൻ ഇനി നാഷണൽ ടീമിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോ പിന്നെ നമുക്ക് കണ്ടറിയണം കാര്യങ്ങളൊക്കെ. സോ ഞാൻ ആസ് എ ഫുട്ബോൾ ഫാൻ, ഞാൻ ഒരു നെയ്മർ ഫാൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആസ് എ ഫുട്ബോൾ ഫാൻ ഞാൻ പറയുന്നത് നോർവേയുമായിട്ട് തോറ്റ ആ നിമിഷം, സോ അവിടെ നെയ്മർ ജൂനിയർ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കണമായിരുന്നു. ടോട്ടലി ഫുട്ബോളിന്റെ കരിയറിനോടുള്ള ആ ഒരു പ്രഖ്യാപനം അന്ന് തന്നെ നടത്തണമായിരുന്നു, റിട്ടയർ ചെയ്യണമായിരുന്നു. അതൊരു റൈറ്റ് ടൈം ആയിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.